നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മുടി കൊഴിച്ചിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഷാംപൂസ് ഉപയോഗിച്ചു, എണ്ണകൾ മാറി മാറി ഉപയോഗിച്ചു, ക്രീംസ്, സിറം, അതുപോലെ തന്നെ നമ്മൾ റോസ്മേരിയുടെ വാട്ടർ, ഓയിലും അങ്ങനെ ഒത്തിരി ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നതും ഡോക്ടേഴ്സിനെ കണ്ടൊക്കെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ജനറ്റിക്കലി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പോകുന്ന മുടി കൊഴിച്ചിലല്ല ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു മെഡിസിൻ ഒക്കെ കഴിക്കുന്നതുകൊണ്ടോ, ലോങ് ടേം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വിറ്റമിൻ ഡെഫിഷ്യൻസി മൂലമോ, സിങ്ക്, കാൽഷ്യം ഡെഫിഷ്യൻസി മൂലമോ, അതേപോലെ തന്നെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉണ്ടാകുന്ന കുറവ് മൂലം, അല്ലെങ്കിൽ മെറ്റാബോളിസത്തിൻ്റെ ഡിഫറൻസസ് ഒക്കെ മൂലം നമുക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിലാണ് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത് നോക്കേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ള ഈ വീഡിയോയിൽ പറയുന്നത്. ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രൊലാക്റ്റിൻ ഹോർമോൺ നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ചെയ്ത് നോക്കുന്നത് ഗുണപ്രദമായിരിക്കും. സ്ത്രീകളാണെങ്കിൽ LH ഹോർമോണും അതുപോലെ തന്നെ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഇത്രയും ചെയ്ത് നോക്കുന്നത് നന്നാണ്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. TSH, T3, T4 ഇതിൻ്റെ വാല്യൂസ് അറിയുന്നത് നല്ലതാണ്. സിറം അയൺ അല്ലെങ്കിൽ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ മുടി കൊഴിച്ചിലുണ്ടാകും. അതുകൊണ്ട് തന്നെ സിറം അയൺ, സിറം ഫെററ്റിൻ ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ബ്ലഡിൽ എന്തെങ്കിലും അലർജീസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൗണ്ടുകളിൽ വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. സിറം കാൽഷ്യം, സിങ്കും ഫോസ്ഫറസും നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വിറ്റമിൻ ഡിയും വിറ്റമിൻ B12ഉം തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ബ്ലഡ് ടെസ്റ്റുകൾ തന്നെയാണ് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ട് മുടി കൊഴിച്ചിൽ മാറുന്നില്ല, നമ്മൾ ഫെഡപ്പായി ഇനി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റുകളൊന്ന് ചെയ്യുന്ന ഒരു ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറിന് ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.